ഇന്നത്തെ DIY എന്ന് പറയുന്നത് പ്ലാന്റ് പോട്ടാണ്. അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസ് വേണ്ടതെന്ന് നോക്കാം. ഓൾഡ് പെയിന്റ് ബോട്ടിൽ, മെറ്റൽ വയർ, പ്ലാസ്റ്റിക് വയർ, ഇത്രയും സാധനങ്ങൾ മാത്രം മതി. പിന്നെ കുറച്ച് ചെടികളും. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെറ്റൽ വയറിൻ്റെ കുറച്ച് ലെങ്ത് എടുത്തിട്ട് അതിൻ്റെ നടുവിലായിട്ട് തുടങ്ങുക. നടുവിലായിട്ട് ഒരു ബോട്ടിൽ, ഇതേപോലെ സിലിണ്ടറിക്കലായിട്ടുള്ള ഒരു ബോട്ടിൽ എടുക്കുക. നിങ്ങൾക്ക് PVC പൈപ്പോ അങ്ങനത്തെ എന്ത് സാധനങ്ങൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം, സിലിണ്ടറിക്കലായിട്ടുള്ള. അപ്പോൾ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വൈൻഡ് ചെയ്ത് കൊടുക്കുക, ചുറ്റി കൊടുക്കുക. കാരണം നമുക്ക് ബേസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 പ്രാവശ്യം അതിൻ്റെ മുകളിൽ ചുറ്റിയതിന് ശേഷം അപ്പോൾ ആ ഒരു സർക്കിൾ, ഈ ഒരു ഷേപ്പ് കിട്ടിയില്ലേ നമുക്ക്, ബേസ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ടേബിളിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെടുക്കുക, എന്നിട്ട് ഒരു എൻഡ് ഇതേപോലെ മുകളിലേക്ക് ബെൻഡ് ചെയ്യുക. ആവശ്യമുള്ള ലെങ്ത്ത് മാത്രം എടുത്താൽ മതി, മറ്റേ ലെങ്ത്ത് എൻ്റെ കട്ട് ചെയ്താൽ. ഒരു ലെങ്ത്ത് തന്നെ, ഒരു ടെയിൽ ഉണ്ട്, ഒരു ടെയിൽ ഇസ് ലോങ്, മറ്റേ ലെങ്ത്ത് കുറച്ച് ഷോർട്ടറാണ്. എന്നിട്ട് ഷോർട്ടറിനും ലോങ്ങറിനെയും ഇന്ന് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം. അത് എന്താ പറയുക, കുറച്ചുകൂടി ബോണ്ടഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ജസ്റ്റ് ഇതേപോലെ ട്വിസ്റ്റ് ചെയ്യുക. ഒരു മരം എന്നുള്ള ലെവലിലാണ് നമ്മൾ ചെയ്യുന്നത്, അതായത് അങ്ങനെ ഒരുപാട് ബ്രാഞ്ചും ബാർക്കും ഒക്കെ ഉള്ള ഒരു മരം ഉണ്ടല്ലോ, അതുപോലെ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു എക്സ്ട്രാ പീസ് എടുക്കുക. ഓൾമോസ്റ്റ് മറ്റേ നമ്മൾ എക്സ്റ്റൻഷൻ ലെങ്ത് ഇല്ല, ആ ലെങ്ത്തുള്ള ഒരു എക്സ്ട്രാ പീസ് എടുത്തതിന് ശേഷം വീണ്ടും ഇതേപോലെ ബേസിൽ നിന്ന് വൈൻഡ് ചെയ്യുക. വൈൻഡ് ചെയ്തിട്ട് എന്താ പറയുക, വൈൻഡ് ചെയ്യുമ്പോൾ ലൂസായിട്ട് വൈൻഡ് ചെയ്യരുത്, ടൈറ്റായിട്ട് വൈൻഡ് ചെയ്യുക. അത് ഊരിപ്പോരരുത്, കാരണം നമ്മൾ തൂക്കിയിടുമ്പോൾ ഇത് വീണ് പോകരുതല്ലോ. അപ്പോൾ ഇത് വൈൻഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു എൻഡ് ഹുക്ക് പോലെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ബെൻഡ് ചെയ്യാം. ഓക്കെ, കുളത്ത് പോലെ നമുക്ക് തൂക്കിയിടാൻ പറ്റുന്ന പോലെ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഈ വയറിനെ കൊണ്ട് നമ്മൾ കൈനെ കൊണ്ട് തന്നെ മടക്കാം, ബെൻഡൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് വേറെ പ്ലെയറിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അപ്പുറത്തെ എൻഡും ഇതേപോലെ തന്നെ ഒന്ന് ബെൻഡ് ചെയ്തെടുക്കുക. രണ്ടും ഡിഫറെൻറ്റ് ലെവലിലാണ്. ജസ്റ്റ് എനിക്ക് അങ്ങനെ കാണാൻ കുറച്ചും കൂടി രസം ഉണ്ടാവും തോന്നി, അതുകൊണ്ട് രണ്ടും ഡിഫറെൻറ്റ് ലെവലിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക് വയർ യൂസ് ചെയ്തിട്ട് ഇതിനകത്ത് ഒരു പിടി ഹാൻഡിൽ പോലെ, അതായത് ഇങ്ങനെ ഇതിനെ വട്ടത്തിൽ ചുറ്റിയിട്ട് ജസ്റ്റ് ക്രോസ് ചെയ്തിട്ട് ഒരു നോട്ട് ഇട്ടാൽ മതി. ജസ്റ്റ് ഈ ബോട്ടിലിൻ്റെ മുകളിൽ കൂടെ ഒരു ഹാൻഡിൽ പോലെ, നമുക്ക് തൂക്കിയിടാൻ പറ്റുന്ന പോലെ ഒരു ഹാൻഡിൽ ട്രാൻസ്പെറൻറ്റ് പോലെ തോന്നിക്കുന്ന ഈ പ്ലാസ്റ്റിക് വയറിനെ കൊണ്ട് ചെയ്താൽ മതി. ഓക്കെ, കണ്ടില്ലേ? ഇത് കണ്ടില്ലേ? ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടൈ ചെയ്തിട്ടുള്ളത്. 2 സൈഡിലാക്കിയിട്ട് ഇങ്ങനെ ടൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഹാങ് ചെയ്താൽ മതി. ഹാങ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ഹാങ് ചെയ്യുന്നതെന്ന്. അത് നമ്മൾ കറക്റ്റ് ഡയറക്ഷനിൽ ഹാങ് ചെയ്തില്ല തന്നെ കറക്റ്റ് നിൽക്കില്ല. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഹാങ് ചെയ്യുക.
ഇതിപ്പോൾ ഒറ്റൊന്ന് മാത്രമായിട്ട് ഒരിക്കലും ബാലൻസ് ചെയ്ത് നിൽക്കില്ല. അപ്പോൾ രണ്ടെണ്ണം വേണം ഇന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. രണ്ടിലും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വെള്ളം ടേബിൾ മേലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ആ ബോട്ടിലേക്ക് ഒന്നും ഒഴിക്കണ്ട, അതിന് പകരം ഞാൻ പുറത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് തുടയ്ക്കാം. അപ്പം ജസ്റ്റ് ചെറിയ മണി പ്ലാന്റ് പോലത്തെ വെള്ളത്തിലുണ്ടാകുന്ന ചെടികൾ വെക്കാനായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത്. അപ്പം നല്ല ക്യൂട്ട് DIY അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഇപ്പോൾ നിങ്ങളിവിടെ കണ്ട കുറച്ച് പെയിൻറ്റിങ്സ് ഒക്കെ ഇല്ലേ ടേബിൾ മേൽ, അതൊക്കെ നമ്മൾ ചെയ്തിട്ട് ഓൾറെഡി ട്യൂട്ടോറിയൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പം ഇനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.